ദിവസങ്ങൾക്ക് മുമ്പാണ് തമിഴ്നാട്ടിലെ വിജയ് സർക്കാർ അവരുടെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ബഡ്ജറ്റായിരുന്നു തമിഴ്നാട് അസംബ്ലിയിൽ ധനമന്ത്രി അവതരിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പുകൾ, സ്കൂൾ വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമായുള്ള വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസ ബഡ്ജറ്റ്. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനും ഓരോ ഗ്രാം വീതം സ്വർണ്ണമോതിരം, ഗർഭിണികൾക്ക് പ്രസവത്തിന് മുന്നോടിയായി സൗജന്യ താമസവും പോഷകാഹാരവും നൽകുന്ന കേന്ദ്രങ്ങൾ, അർഹരായിട്ടുള്ള നവവധുക്കൾക്ക് 1 പവൻ സ്വർണവും പട്ടുപുടവയും എന്നിങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ബഡ്ജറ്റ്. എന്നാൽ ആ ബഡ്ജറ്റിൽ ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ആദ്യമായി ഹജ്ജിന് പോകുന്നവർക്കുള്ള തുക വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. 2024-25 കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിൻ ആദ്യമായി ഹജ്ജിന് പോകുന്നവർക്ക് 25,000 രൂപ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ തുക 25,000 രൂപയിൽ നിന്നും 10,000 രൂപ വർദ്ധിപ്പിച്ച് 35,000 രൂപയായി ഇപ്പോഴത്തെ വിജയ് സർക്കാർ ഉയർത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളാണ് വിജയ് സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റിലൂടെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വീഡിയോ കണ്ടാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തമിഴ്നാട്ടിലെ വിജയ് സർക്കാർ അവരുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന നല്ലൊരു ബഡ്ജറ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം തമിഴ്നാട് അസംബ്ലിയിൽ ധനമന്ത്രി അവതരിപ്പിച്ചത്. കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പുകൾ, വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകൾ, സ്കൂൾ വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ഒക്കെയായി വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസ ബഡ്ജറ്റ്, അർഹരായിട്ടുള്ള നവവധുക്കൾക്ക് വിവാഹ സമ്മാനമായി 1 പവൻ സ്വർണവും പട്ടുപുടവയും, സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനും 1 ഗ്രാം സ്വർണ്ണമോതിരം, ഗർഭിണികൾക്ക് പ്രസവത്തിന് മുന്നോടിയായി സൗജന്യ താമസവും പോഷകാഹാരവും പരിചരണവും ഒക്കെ നൽകുന്ന കേന്ദ്രങ്ങൾ എന്നിങ്ങനെ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരമുണ്ടാകുന്ന വലിയൊരു നീണ്ട നിര ആ ഒരു ബഡ്ജറ്റിൽ കാണാൻ സാധിക്കും. എന്നാൽ ആ ബഡ്ജറ്റിലെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും ആദ്യമായി ഹജ്ജ് യാത്ര പോകുന്നവർക്കുള്ള തുക അത് വർദ്ധിപ്പിച്ചു എന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. தமிழ்நாடு மாநில ஹஜ் கமிட்டி மூலம் முதல் முறையாக புனித ஹஜ் பயணம் மேற்கொள்ளும் பயணிகளுக்கு வழங்கப்படும் 25,000 ரூபாய் மானியம் நமது அரசால் 35,000 ரூபாயாக உயர்த்தப்படும். തമിഴ്നാട്ടിൽ മുമ്പ് ആദ്യമായി ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി 25,000 രൂപ വീതം നൽകിയിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തെ നിയമസഭാ സമ്മേളനത്തിലാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന MK സ്റ്റാലിന്റെ സർക്കാർ ആദ്യമായി ഹജ്ജിന് പോകുന്നവർക്ക് തമിഴ്നാട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ആളൊന്നിന് 25,000 രൂപ വീതം ധനസഹായം നൽകുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. 2025 മെയ് മാസത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന MK സ്റ്റാലിൻ തന്നെ നേരിട്ട് വന്ന് ആദ്യത്തെ ഗഡു ചെക്കുകൾ വിതരണം ചെയ്തുകൊണ്ട് ആ ഒരു പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചിരുന്നു. അത്തരത്തിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി നൽകി വന്നിരുന്ന തുക അത് 25,000 നിന്നും 35,000 ഉയർത്തി, അതായത് 10,000 രൂപ അധികമായി ഉയർത്താനാണ് വിജയ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നോക്കൂ, ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശ്വാസം നൽകുന്ന വലിയൊരു സഹായമേകുന്ന ഒരു പ്രഖ്യാപനമാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. ആദ്യമായി ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട അവിടെയുള്ള വിശ്വാസികളായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു ആശ്വാസവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യം കൂട്ടിവെച്ചാണ് പലരും പരിശുദ്ധ ഖാബ കാണാനും ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കാനുമായി യാത്ര തിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ഒരു ചെറിയൊരു സാമ്പത്തിക തുക പോലും വലിയൊരു തണലായി മാറും. നോക്കൂ, ഇന്ത്യയിൽ നിലവിൽ ഇപ്പോൾ 2 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ഈ ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്കുള്ള ധനസഹായം നൽകുന്നത്. ഒന്ന് തമിഴ്നാടും മറ്റൊന്ന് പുതുച്ചേരിയുമാണ്. ഇത്തരം ക്ഷേമ പദ്ധതികൾ അവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് നൽകുന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും വളരെ വലുതാണ്. ഇത് മാത്രമല്ല, ഇതിനു പുറമെ തമിഴ്നാട്ടിലെ ചെന്നൈയിലെ ഹജ്ജ് ഹൗസിന്റെ നവീകരണത്തിനും അനുബന്ധ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി പ്രത്യേക തുകയും ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷ ക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ പ്രധാന നടപടികളിൽ ഒന്നായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏതു പ്രസ്ഥാനം അധികാരത്തിലെത്തിയാലും വോട്ട് ബാങ്കിനപ്പുറം ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം അവിടെ കാണാൻ സാധിക്കും. MK സ്റ്റാലിന്റെ DMK ആയിരുന്നാലും ശരി, ഇപ്പോൾ പുതിയതായി അധികാരത്തിലെത്തിയ വിജയുടെ TVKയും ഒക്കെ
ഇതിൽ സമാനമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. എം കെ സ്റ്റാലിൻ സർക്കാരിന്റെ കാലത്ത് ഹജ്ജ് തീർത്ഥാടനത്തിന് ആദ്യമായി പോകുന്നവർക്ക് 20,000 രൂപ ധനസഹായം നൽകുക മാത്രമല്ല, റമദാൻ മാസത്തിൽ പള്ളികളിൽ സൗജന്യമായി അരി വിതരണം ചെയ്യുക, വഖഫ് ബോർഡ് സ്വത്തുക്കളുടെ സംരക്ഷണം, ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പിന്തുണ എന്നിവയിൽ DMK പലപ്പോഴും മുന്നിലുണ്ടായിരുന്നു. വിജയുടെ TVK സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ഈ പിന്തുണ തുടരുക മാത്രമല്ല, തുക 35,000 വർദ്ധിപ്പിക്കുകയും ചെയ്തു. സാമൂഹിക നീതിയിലും മതേതരത്വത്തിലും അധിഷ്ഠിതമായ രാഷ്ട്രീയ ശൈലിയാണ് തമിഴ്നാട്ടിലേത്. അതുകൊണ്ട് തന്നെ ഭരണമാറ്റം ഉണ്ടായാലും അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതികളും ഇന്ത്യയിലുടനീളം മുടങ്ങിപ്പോവാതെ കാക്കാൻ സർക്കാരുകൾ ശ്രദ്ധിക്കാറുണ്ട്. നോക്കൂ, ഇന്ത്യയിലുടനീളം ന്യൂനപക്ഷങ്ങളായ മുസ്ലിമീങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള വിവേചനം നേരിടുന്ന ഒരു സമയത്താണ് തമിഴ്നാട് സർക്കാർ, അത് മുമ്പുണ്ടായിരുന്ന MK സ്റ്റാലിൻ ആകട്ടെ ഇപ്പോഴത്തെ വിജയ് സർക്കാർ ആകട്ടെ, ആ മുസ്ലിമീങ്ങളെ ചേർത്ത് പിടിക്കുന്നത്. അവിടെ ഒരു തരത്തിലും BJPയുടെയും RSSന്റെയും ഭിന്നതയും വിഭാഗീയതയും നിറഞ്ഞ രാഷ്ട്രീയം ഒരിക്കലും അവിടെ കൊണ്ടുവരാൻ അവിടെയുള്ള ജനങ്ങൾ തയ്യാറല്ല. അതുകൊണ്ടാണ് കേരളത്തിലേതുപോലെ തന്നെ തമിഴ്നാട്ടിലുമൊക്കെ BJP ഇട്ടുനിരയിൽ പൊട്ടുന്നത്. സാമൂഹിക നീതിയും മതേതരത്വത്തിലും അധിഷ്ഠിതമായ ഭരണരീതിയാണ് തമിഴ്നാട്ടിലേത്. രാജ്യം മുഴുവൻ വർഗീയ ധ്രുവീകരണവും വിദ്വേഷ പ്രചാരണങ്ങളും വർദ്ധിച്ചു വരുന്ന ആശങ്ക ഉയരുന്ന ഒരു കാലഘട്ടത്തിലും തമിഴ്നാട്ടിൽ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന നിലപാട് തുടരുകയാണ്. നോക്കൂ, 2018 മുമ്പ് വരെ കേന്ദ്ര സർക്കാർ ഹജ്ജിനുള്ള സബ്സിഡികളൊക്കെ നൽകിയിരുന്നു. അത് ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസമേകിയിരുന്ന ഒരു പ്രവർത്തനമായിരുന്നു. എന്നാൽ 2018 കേന്ദ്ര സർക്കാർ ഹജ്ജ് സബ്സിഡി പൂർണ്ണമായും നിർത്തലാക്കി. കേന്ദ്ര സർക്കാരിന്റെ അത്തരമൊരു തീരുമാനം അത് രാജ്യത്തുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശാജനകമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. അന്ന് ആ ഒരു സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ അത്തരമൊരു തീരുമാനത്തിന് മറുപടിയായിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ സ്വന്തം ബഡ്ജറ്റിൽ നിന്ന് തുക നീക്കിവെച്ച് ഹജ്ജ് തീർത്ഥാടകർക്കായി സഹായം നൽകാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന MK സ്റ്റാലിൻ തീരുമാനിച്ചു. ആദ്യമായി ഹജ്ജിന് പോകുന്ന സാധാരണക്കാർക്ക് നേരിട്ട് 20,000 രൂപ നൽകുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അത്. പിന്നീട് അവിടെ ഭരണം മാറി വിജയുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ഈ സഹായം നിർത്തലാക്കാതെ അത് 35,000 ഉയർത്തുകയാണ് ചെയ്തത്. നോക്കിതിപ്പോൾ മാത്രമല്ല, ഇതിനു മുമ്പും ന്യൂനപക്ഷങ്ങളായ മുസ്ലിമീങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് പ്രവണതകൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം, ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തുടങ്ങിയ വിഷയങ്ങൾ രാജ്യത്തുടനീളം ചർച്ചയായപ്പോൾ തമിഴ്നാട്ടിലെ പാർട്ടികൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ശക്തമായി നിലകൊണ്ടു. വിദ്വേഷ പ്രസംഗങ്ങൾക്കോ വർഗീയ ആക്രമണങ്ങൾക്കോ തുനിയുന്ന സംഘടനകളെ കർശനമായി പ്രതിരോധിക്കുന്നതിൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം വിട്ടുവീഴ്ച കാണിക്കാറില്ല. തമിഴ്നാടിന്റെ സാംസ്കാരിക കൂട്ടായ്മയും ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തെ തള്ളിക്കളയുന്ന ജനങ്ങളുടെ മതേതര ബോധവുമാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന BJP RSS പോലെയുള്ള രാഷ്ട്രീയ ശക്തികൾക്ക് അവിടെ തടസ്സമാകുന്നത്. TVK സർക്കാരായാലും DMK സർക്കാരായാലും ദ്രാവിഡ മണ്ണിലെ ഈ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നുവെന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ സവിശേഷതയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ റമദാൻ മാസത്തിലൊക്കെ അവിടെ ഒരു പള്ളിയിൽ വിജയ് മുസ്ലിമീങ്ങൾ ധരിക്കുന്നത് പോലെയുള്ള തൊപ്പിയൊക്കെ ധരിച്ച് അവിടെ നോമ്പ് തുറയ്ക്ക് പങ്കെടുക്കുകയും അതോടൊപ്പം ആ മുസ്ലിമീങ്ങൾക്കൊപ്പം നിസ്കരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കാണുകയും അവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ഭരണാധികാരി നല്ലൊരു ഭരണാധികാരിയായി മാറുന്നത്. ഭരണാധികാരികൾ ഭരണഘടനാപരമായ മതേതരത്വം സ്വന്തം ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ഉയർത്തിപ്പിടിക്കുമ്പോൾ മാത്രമാണ് നാടിന്റെ ശാന്തിയും സൗഹാർദ്ദവും നിലനിൽക്കുന്നത്. നോക്കിയതോടൊപ്പം ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ ഒരു ബഡ്ജറ്റിൽ വിജയ് സർക്കാർ മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയിരുന്നു. തമിഴ്നാട്ടിലെ കർഷകരുടെ ജലസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്ന പ്രഖ്യാപനമായിരുന്നു അത്. ഇത് നമ്മുടെ കേരളത്തിലെ ദശലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെ സംബന്ധിച്ച് വലിയ ആശങ്കയും പ്രതിഷേധവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനത്തിനെതിരെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു വിഷയം നമുക്കറിയാം, അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലാകാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം പരസ്പര ചർച്ചകളിലൂടെയും നിയമപരമായ വഴികളിലൂടെയും ഒക്കെ ആ ഒരു പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ നാടിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തീരുമാനം കൂടിയാകുമ്പോൾ അതിനെ തള്ളിപ്പറയാനും വിമർശിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്.